ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വീണ്ടും ഒരു മൂവി റീക്യാപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ 2024 ഗ്ലോബലി റിലീസ് ചെയ്ത ടോപ്പ് 20 ഹൊറർ മൂവീസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ആർക്കേഡിയൻ എന്ന് പറയുന്ന പോസ്റ്റ് അപ്പോകലിപ്റ്റിക് ആക്ഷൻ ഹൊറർ ഫിലിമാണ് ഇന്ന് നിങ്ങൾക്കായി എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കും എന്ന് വിശ്വസിക്കുന്നു. എത്രയും വേഗം മൂവിയിലേക്ക് പോവാം. കമോൺ. ഒരു മനുഷ്യൻ ഒരു പഴയ കീറിയ ടെഡിബിയറിനെ എടുത്ത് ഒരു ബാഗിലിടുന്ന ഇടത്താണ് സിനിമ ആരംഭിക്കുന്നത്. അയാൾ ഉപയോഗപ്രദമായ കാര്യങ്ങൾക്കായി തിരയുകയാണ്. ഒരു മെറ്റൽ ബാർ കൂടെ എടുത്ത് ബാഗിലിട്ട് അടച്ച ശേഷം ബാഗ് തോളിൽ ചുമന്ന് അയാൾ കെട്ടിടത്തിന്റെ പുറത്തേക്ക് നടക്കുന്നു. നിലത്ത് കിടക്കുന്ന മൃതദേഹവും കടന്ന് അയാൾ പോകുന്നു. അയാൾ തെരുവുകളിലൂടെ നീങ്ങുമ്പോൾ സ്ഫോടനങ്ങൾ, സൈറനുകൾ, വെടിയൊച്ചകൾ എന്നിവ നമുക്ക് കേൾക്കാം. പോൾ എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് ചുറ്റുമുള്ള ലോകം മെല്ലെ നശിപ്പിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. പോളും ടീനേജേഴ്സും ട്വിൻസുമായ മക്കളായ ജോസഫും തോമസും മറ്റുള്ളവരിൽ നിന്നും വളരെ അകലെയുള്ള ഒരു ഫാം ഹൗസിലാണ് താമസിക്കുന്നത്. പോളും ജോസഫും വീട്ടിലിരിക്കുമ്പോൾ തോമസ് കാട്ടിലൂടെ ഓടി ഒരു കേവ് ചാടിക്കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. പോൾ പുറത്ത് അക്ഷമനായി കാത്തിരിക്കുന്നു. ജോസഫ് അകത്തേക്ക് പോയി ജനാലകളും വാതിലുകളും അടയ്ക്കാൻ തുടങ്ങുന്നു. തോമസ് എത്തുമ്പോൾ അവൻ വൈകി എന്ന് പോൾ കുറ്റപ്പെടുത്തുന്നു. ശേഷം അവരെല്ലാവരും അകത്തേക്ക് പോകുന്നു. എല്ലാ വാതിലുകളും അടച്ചുപൂട്ടിയ ശേഷം അവർ മുകളിലേക്ക് പോയി ഡിന്നർ കഴിക്കാൻ ഇരിക്കുന്നു. വീണ്ടും വീടെത്താൻ വൈകിയാൽ അവരുടെ സ്ഥലത്തിന് അപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ലെന്ന് പോൾ തോമസിന് മുന്നറിയിപ്പ് നൽകുന്നു. റോസ് ഫാമിൽ മിസ്റ്റർ റോസിനെ സഹായിക്കുകയായിരുന്നു താനെന്ന് തോമസ് വാദിക്കുന്നു. പക്ഷേ പോൾ മനസ്സ് മാറ്റുന്നില്ല. അവർ ഡിന്നർ കഴിക്കുന്നത് തുടരുന്നു. പക്ഷേ ട്വിൻസ് തമ്മിൽ തർക്കിക്കാൻ തുടങ്ങുന്നു. പോൾ ഇടപെട്ട് അത് നിർത്തിക്കുന്നു. ആ രാത്രി അവരുടെ നായ റോക്കോ പെട്ടെന്ന് വിചിത്രമായി പെരുമാറാൻ തുടങ്ങുന്നു. തോമസും പോളും വാതിലിനടുത്തേക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് ഉച്ചത്തിൽ മുട്ടുന്ന സൗണ്ട് അവർ കേൾക്കുന്നു. മുട്ടൽ ശബ്ദം നിൽക്കുന്നത് വരെ തോമസും പോളും വാതിൽ പിടിച്ചു നിർത്തുന്നു. തോമസ് വളരെ എടുത്തുചാട്ടക്കാരനും റിസ്കുകൾ ഏറ്റെടുക്കുന്നവനും ആണ്. അതേസമയം ജോസഫ് കുറച്ചുകൂടി ലോജിക്കലി തോട്ട്ഫുള്ളുമാണ്. വാതിൽക്കൽ ഉണ്ടായിരുന്നവർ 3 തവണ മുട്ടിയതായി ജോസഫ് വിശദീകരിക്കുന്നു. ആദ്യ മുട്ടൽ വാതിലിന്റെ ശക്തി പരിശോധിക്കുന്നതിനായിരുന്നു. രണ്ടാമത്തേത് അകത്ത് കിടക്കാനുള്ള യഥാർത്ഥ ശ്രമമായിരുന്നു. എന്നാൽ മൂന്നാമത്തേത് നിരാശയിൽ നിന്നായിരുന്നു. പിറ്റേന്ന് രാവിലെ പോൾ വാതിലിൽ ആഴത്തിലുള്ള സ്ക്രാച്ചസ് കാണുന്നു. അയാൾ അവിടെയെല്ലാം പ്രാണികൾ ഇൻഫെസ്റ്റ് ചെയ്തിരിക്കുന്നതും കാണുന്നു. ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയുമോ എന്ന് തോമസ് ചോദിക്കുന്നു. പക്ഷേ പോൾ അവനോട് ആദ്യം വിറക് കീറുന്നത് പൂർത്തിയാക്കാൻ പറയുന്നു. തോമസിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ അച്ഛൻ എപ്പോഴും അനുവദിക്കുന്നുണ്ടെന്ന് തോന്നുന്നതിനാൽ ജോസഫ് അപ്സെറ്റ് ആകുന്നു. തുടർന്ന് പോൾ വർക്ക് ഷെഡിലേക്ക് പോകുന്നു. അവിടെ ജോസഫ് ഒരു ATV വെഹിക്കിൾ റിപ്പയർ ചെയ്യുകയാണ്. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ പോൾ ജോസഫിനോട് ആവശ്യപ്പെടുന്നു. അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ജോസഫ് ATV ശരിയാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് സ്റ്റാർട്ട് ആകുന്നില്ല. പോൾ അതിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തുന്നു. ഒടുവിൽ ATV പ്രവർത്തിക്കുന്നു. പിന്നീട് അവർ മൂവരും കാറിൽ കയറുന്നു. പെഡൽസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോൾ ജോസഫിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു. ആ പരിപാടികൾ കഴിയുമ്പോൾ തോമസ് വീണ്ടും ബൗണ്ടറിക്ക് അപ്പുറം പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ പോൾ അവനോട് വിൻഡോ ഷീൽഡ്സ് ബലപ്പെടുത്താൻ ആവശ്യമായ വിറക് ശേഖരിക്കാൻ ജോസഫിനൊപ്പം നദിക്കരയിലേക്ക് പോകാൻ പറയുന്നു. എന്നാൽ തനിക്ക് റോസ് ഫാമിലേക്ക് പോകണം എന്ന് തോമസ് നിർബന്ധം പിടിക്കുന്നു. പക്ഷെ പോൾ അവനോട് നാളെ പോകാം എന്ന് പറയുന്നു. വിറക് ശേഖരിക്കാനായി അവർ നദിക്കരയിലേക്ക് വണ്ടി ഓടിക്കുന്നു. ജോസഫിന്റെ മോശം ഡ്രൈവിംഗ് കാരണം അവനെ സൂപ്പർവൈസ് ചെയ്യാൻ അച്ഛൻ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് താനും കൂടെ ഇവിടെ കുടുങ്ങിപ്പോയതെന്ന് തോമസ് കുറ്റപ്പെടുത്തുന്നു. എന്നാൽ തോമസിന്റെ സഹായം തനിക്ക് ആവശ്യമില്ലെന്ന് ജോസഫ് തറപ്പിച്ചു പറയുന്നു. അതിനാൽ തോമസ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അവർ അച്ഛന്റെ കൺവെട്ടത്ത് നിന്ന് മാറുമ്പോൾ അവൻ ATVയിൽ നിന്ന് പുറത്തിറങ്ങുന്നു. സൺസെറ്റിന് മുൻപ് അതേ സ്പോട്ടിൽ തന്നെ മീറ്റ് ചെയ്യാമെന്നും അങ്ങനെ അവർക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് മടങ്ങാമെന്നും അവൻ ജോസഫിനോട് പറയുന്നു. തുടർന്ന് അവൻ കാട്ടിലൂടെ ഓടി ആ കേവ് ചാടിക്കടന്ന് ഒടുവിൽ റോസ് ഫാമിൽ എത്തുന്നു. അവിടെ അവൻ മിസ്റ്റർ ആൻഡ് മിസസ് റോസിനെ മീറ്റ് ചെയ്യുന്നു. കൂടാതെ അവൻ രഹസ്യമായി ഇഷ്ടപ്പെടുന്ന ഷാർലറ്റ് എന്ന പെൺകുട്ടിയെയും കാണുന്നു. വീട്ടിൽ പോൾ ഡാമേജ്ഡ് ആയ വാതിൽ നന്നാക്കി ബലപ്പെടുത്തുന്നു. അതേസമയം ജോസഫ് വിറക് ശേഖരിക്കാൻ ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട കപ്പലിലേക്ക് പോകുന്നു. തോമസ് ആകട്ടെ ഷാർലറ്റിനൊപ്പം തമാശ പറഞ്ഞും രസിച്ചും സമയം ചിലവഴിക്കുന്നു. അവൻ വളരെ നേരം അവിടെ തങ്ങുകയും സമയം പോകുന്നത് മറക്കുകയും ചെയ്യുന്നു. പോകുന്നതിന് മുൻപ് അവൻ തിരിച്ചു വരുമെന്ന് പ്രോമിസ് ചെയ്യുകയും അവൾ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ പോൾ വറീഡാകാൻ തുടങ്ങുന്നു. മറ്റൊരിടത്ത് ATV സ്റ്റാർട്ട് ആകുന്നില്ല. പക്ഷെ ജോസഫ് റിലേസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അത് ഫിക്സ് ചെയ്യുന്നു. അതേസമയം തോമസ് ജോസഫിനെ മീറ്റ് ചെയ്യാൻ കാട്ടിലൂടെ ഓടുന്നു.
പക്ഷേ ഗുഹയിലേക്ക് കാലിടറി വീഴുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ജോസഫ് അവരുടെ മീറ്റിംഗ് പോയിന്റിൽ കാത്തിരിക്കുകയാണ്. പക്ഷേ തോമസ് വരാതാകുമ്പോൾ അവൻ വീട്ടിലേക്ക് മടങ്ങുകയും തോമസ് റോസ് ഫാമിലേക്ക് പോയതായി പോളിനോട് പറയുകയും ചെയ്യുന്നു. പോൾ ജോസഫിനോട് വീട് ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് തോമസിനെ അന്വേഷിക്കാൻ പോകുന്നു. പോളും റോക്കോയും അവനെ തിരയുന്നതിനിടെ ഗുഹയ്ക്കുള്ളിൽ തോമസ് ഉണരുന്നു. വെളിച്ചത്തിനായി തന്റെ മഗ്നീഷ്യം ലൈറ്റർ ഉപയോഗിച്ച് തോമസ് കേവ് എക്സ്പ്ലോർ ചെയ്യുകയും ഒരു വിചിത്ര ജീവിയെ കാണുകയും ചെയ്യുന്നു. പോൾ ആ ജീവിയുടെ അലർച്ച കേൾക്കുന്നു. തോമസ് നിലത്ത് വീഴുകയും സ്വയം പ്രതിരോധിക്കാൻ ഒരു പോക്കറ്റ് നൈഫ് പുറത്തെടുക്കുകയും ചെയ്യുന്നു. അവൻ ആ ജീവിയുടെ കയ്യിൽ കുത്തിക്കൊണ്ട് പിന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷെ മറ്റൊരു ജീവി അവന്റെ മുഖത്ത് പിടിക്കുന്നു. തോമസ് സ്ട്രഗിൾ ചെയ്യുകയും കൃത്യസമയത്ത് പോൾ എത്തി ആ ജീവിയെ കുത്തി വീഴ്ത്തി അവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. തോമസ് അച്ഛനോട് താൻ അബദ്ധത്തിൽ വീണ് തലയിടിച്ചു എന്ന് പറയുന്നു. പോൾ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. രാത്രി കേവിൽ തന്നെ കഴിയേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ പോൾ അതിന്റെ എൻട്രൻസ് ബ്ലോക്ക് ചെയ്യണമെന്ന് തോമസിനോട് പറയുന്നു. വീട്ടിൽ ജോസഫ് ഡോർ ശരിയായി ലോക്ക് ചെയ്യുന്നില്ല. അവനൊരു കസേരയിലിരുന്ന് ഉറങ്ങിപ്പോകുന്നു. പെട്ടെന്ന് വാതിൽ കുലുങ്ങുകയും അതിന്റെ പീപ്പ് ഹോൾ കവർ തുറക്കുകയും ചെയ്യുന്നു. ഒരു ജീവി അകത്തേക്ക് കൈയെത്തിക്കുന്നു. പക്ഷെ അതിന് അവനെ തൊടാൻ കഴിയുന്നില്ല. പിന്നീട് അത് വാതിൽ തുറന്ന് പൂർണ്ണമായും അകത്തേക്ക് കിടക്കുന്നു. അത് അകത്ത് കയറുമ്പോൾ ജോസഫ് അതിനെ ട്രാപ്പ് ചെയ്യുന്നു. സത്യത്തിൽ അവൻ മുഴുവൻ സമയവും ഉണർന്നിരിക്കുകയായിരുന്നു. ആ ക്രീച്ചറിനെ പിടികൂടി അതിനെ പഠിക്കുക എന്നതായിരുന്നു അവന്റെ പ്ലാൻ. കേവിൽ ക്രീച്ചേഴ്സ് എക്സിറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോളിനെയും തോമസിനെയും ട്രാപ്പ് ചെയ്യുന്നു. ക്രീച്ചേഴ്സ് മണ്ണ് തുരന്നുകൊണ്ട് അണ്ടർഗ്രൗണ്ടിലൂടെ അവരുടെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നു. തിരിച്ചടിക്കാനായി പോൾ ഒരു എക്സ്പ്ലോസീവ് സെറ്റ് ചെയ്യുന്നു. പക്ഷെ അയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. പിറ്റേന്ന് രാവിലെ ജോസഫ് ATVയുമായി കാട്ടിൽ എത്തുന്നു. തോമസും പോളും ജീവനോടെ ഉണ്ടെന്ന് അവൻ കണ്ടെത്തുന്നു. പക്ഷേ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ പോൾ അബോധാവസ്ഥയിലാണ്. അയാളെ ATVയിൽ കയറ്റാൻ ജോസഫ് തോമസിനെ സഹായിക്കുന്നു. അവർ അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. തോമസ് ജോസഫിന്റെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ കവർ ചെയ്തിരിക്കുന്ന ഒരു കൂട് കാണുന്നു. താൻ ആ ജീവിയെ എങ്ങനെ പിടികൂടിയെന്ന് ജോസഫ് വിശദീകരിക്കുന്നു. തോമസ് പോളിന്റെ മുറിവുകൾ ബാൻഡേജ് ചെയ്യുന്നു. ശേഷം ട്വിൻസ് ആ ജീവികളെ കുറിച്ച് സംസാരിക്കുന്നു. റോസ് ഫാമിന്റെ അടുത്തേക്ക് ജീവികൾ ഇപ്പൊ പോകാറില്ലെന്ന് മിസ്റ്റർ ആൻഡ് മിസസ് റോസ് തന്നോട് പറഞ്ഞതായി തോമസ് പറയുന്നു. പിടിച്ചു വെച്ചിരിക്കുന്ന ക്രീച്ചറിനെ കൊല്ലാൻ അവർ തീരുമാനിക്കുന്നു. അതിനുശേഷം ജോസഫ് അതിന്റെ ബോഡി വർക്ക് ഷെഡിലേക്ക് കൊണ്ടുപോയി പഠിക്കാനായി കീറിമുറിക്കുന്നു. തോമസ് വർക്ക് ഷെഡിലേക്ക് വന്ന് ജോസഫിനോട് പോളിനെ റോസ് ഫാമിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നു. കാരണം അവരുടെ കൈവശം കുറച്ചുകൂടി മികച്ച മെഡിസിൻസ് ഉണ്ട്. പക്ഷെ അവർ സഹായിക്കുമെന്ന് ജോസഫ് കരുതുന്നില്ല. എങ്കിലും ട്രൈ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. പോളിനെ ATVയിൽ കയറ്റി അവർ റോസ് ഫാമിലേക്ക് പോകുന്നു. തോമസ് മിസ്റ്റർ ആൻഡ് മിസസ് റോസിനോട് സഹായം ചോദിക്കുന്നു. പക്ഷെ അവർ മരുന്ന് നൽകാനോ പോളിനെ അകത്തേക്ക് കൊണ്ടുപോകാനോ വിസമ്മതിക്കുന്നു. ഷാർലറ്റ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. പക്ഷേ മിസസ് റോസ് അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. പകരം അവർ തോമസിനോട് തങ്ങൾക്കൊപ്പം താമസിക്കാൻ പറയുകയും ജോസഫിനും പോളിനും വേണ്ട സാധനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. തോമസും ജോസഫും ദൂരേക്ക് മാറി നിന്ന് തർക്കിക്കുന്നു. പോളിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ജോസഫ് തോമസിനെ കുറ്റപ്പെടുത്തുന്നു. അവർ അടികൂടുകയും ശേഷം ജോസഫ് അവനെ കൂട്ടാതെ പോളുമായി പോവുകയും ചെയ്യുന്നു. തോമസ് റോസ് ഫാമിലേക്ക് മടങ്ങുന്നു. അവരെ സഹായിക്കാത്തതിന് മിസ്റ്റർ റോസ് ക്ഷമ ചോദിക്കുന്നു. ഷാർലറ്റ് തോമസിന് ഭക്ഷണം നൽകുന്നു. പക്ഷെ ആദ്യം അവൻ അത് കഴിക്കാൻ വിസമ്മതിക്കുന്നു. അവൾ അവനെ ചിയറപ്പ് ചെയ്യുകയും തന്റെ മുറിയിലേക്ക് അവനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവർ സംസാരിക്കുകയും കിസ് ചെയ്യാനും തുടങ്ങുമ്പോൾ മിസ്റ്റർ റോസ് പെട്ടെന്ന് അകത്തേക്ക് വരുന്നു. അയാൾ ദേഷ്യപ്പെട്ട് ഷാർലറ്റിനോട് അവിടെ നിന്നും പോകാൻ പറയുന്നു. തുടർന്ന് അയാളും പുറത്തേക്ക് പോകുന്നു. ജോസഫ് വീട്ടിലേക്ക് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ആടുകൾ അലഞ്ഞു തിരിഞ്ഞോടുന്നത് കാണുന്നു. അവിടെ എത്തിയപ്പോൾ അവൻ നിലത്ത് വിചിത്രമായ അടയാളങ്ങൾ കാണുന്നു. അവൻ അച്ഛനെ വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും തുടർന്ന് ഗ്രൗണ്ട് പരിശോധിക്കാനായി വർക്ക് ഷെഡിലേക്ക് പോവുകയും ചെയ്യുന്നു. ജീവികൾ വീട്ടിനടിയിലൂടെ തുരന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് അവൻ ആശങ്കയുണ്ട്. റോസ് ഫാമിൽ ഷാർലറ്റ് തോമസ് അവിടെയൊക്കെ പരിശോധിക്കുന്നത് കാണുന്നു. അച്ഛൻ ഇഞ്ചേർഡ് ആയതിനാൽ തനിക്കിവിടെ താമസിക്കാൻ കഴിയില്ലെന്ന് അവൻ അവളോട് പറയുകയും മെഡിസിൻസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഹോബ്സൺ എന്ന ആൾ അവരുടെ കോൺവെർസേഷൻ കേൾക്കുന്നു. ഷാർലറ്റ് തോമസിന് മെഡിസിൻ നൽകുന്നു. അവൻ അവളെ ഹഗ് ചെയ്ത ശേഷം പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ഹോബ്സൺ തോക്കുമായി വന്ന് അവനെ തടയുകയും മോഷ്ടാവായി ആരോപിക്കുകയും ചെയ്യുന്നു. വീട്ടിൽ ജോസഫ് ജനാലകളും വാതിലുകളും അടയ്ക്കുമ്പോൾ ഒരു കാർപ്പറ്റിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ടണൽ കണ്ടെത്തുന്നു. റോസ് ഫാമിൽ ഹോബ്സൺ തോമസിനെ മറ്റ് ആളുകൾ കാത്തിരിക്കുന്ന ഒരു വർക്ക് ഷെഡിലേക്ക് കൊണ്ടുപോകുന്നു. അവർ തോമസിനെ കെട്ടിയിട്ട് ഉച്ചത്തിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നു. ഹോബ്സൺ അവനെ കൊല്ലാൻ പദ്ധതി ഇട്ടുകൊണ്ട് ഒരു ഷോട്ട് ഗൺ അവന് നേരെ ചൂണ്ടുന്നു. അയാൾക്ക് വെടിവെക്കാൻ കഴിയുന്നതിന് മുൻപ് ക്രീച്ചേഴ്സ് റോസ് ഫാമിനെ ആക്രമിക്കുകയും ഹോബ്സണിനെ ഭൂമിക്കടിയിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുന്നു. വീടിനുള്ളിൽ മിസ്റ്റർ റോസ് പുറത്തേക്ക് പോകാൻ എഴുന്നേൽക്കുന്നു. പക്ഷെ ഒരു ജീവി അയാളെ ആക്രമിക്കുന്നു. അയാളുടെ കയ്യിലിരുന്ന് മെഴുകുതിരി താഴെ വീഴുകയും അങ്ങനെ വീടിന് തീ പിടിക്കുകയും ചെയ്യുന്നു. മിസസ് റോസ് പുറത്തേക്ക് ഓടുന്നു. പക്ഷെ മറ്റൊരു ജീവി അവളെ ആക്രമിക്കുന്നു. ഷാർലറ്റ് പുറത്തു വരികയും
അവിടെ കാണുന്ന രക്തക്കറകൾ പിന്തുടരുന്നതിനിടെ മറ്റൊരു ക്രീച്ചറിനെ കാണുകയും ചെയ്യുന്നു. വർക്ക് ഷെഡിൽ ക്രീച്ചേഴ്സ് ആളുകളെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നു. തോമസ് സ്വയം കെട്ടുകൾ അഴിച്ച് മോചിതനാകുന്നു. അപ്പോഴേക്ക് ഒരു ക്രീച്ചർ അവന്റെ മുന്നിലും പ്രത്യക്ഷപ്പെടുന്നു. പക്ഷെ ഷാർലറ്റ് കൃത്യസമയത്തെത്തി അതിനെ വെടിവെക്കുന്നു. അവിടെയുള്ള 2 വീടുകളും നശിപ്പിക്കപ്പെട്ടതായി തോമസ് കാണുന്നു. മിസ്റ്റർ ആൻഡ് മിസസ് റോസിനെ രക്ഷിക്കാനായി അവൻ ഓടുന്നു. പക്ഷെ അവർ പോയി എന്ന് ഷാർലറ്റ് അവനോട് പറയുന്നു. വീട്ടിൽ ജോസഫ് ക്രീച്ചേഴ്സിന്റെ ടണൽ ഫർണിച്ചറും മറ്റു വസ്തുക്കളും കൊണ്ട് നിറച്ച് ബ്ലോക്ക് ചെയ്യുന്നു. വാതിൽക്കൽ ഒരു ശബ്ദം കേട്ട് അവൻ അത് പരിശോധിക്കാൻ പോകുന്നു. പെട്ടെന്ന് പീപ്പ് ഹോൾ കവർ തെന്നി മാറുകയും ഒരു മനുഷ്യ കൈ അകത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അത് തോമസും ഷാർലറ്റും ആണ്. ജോസഫ് അവരെ അകത്തേക്ക് കയറ്റുന്നു. തോമസ് മെഡിസിൻസ് കൈമാറുകയും ട്വിൻസ് തമ്മിൽ റീകണക്ട് ചെയ്യുകയും വീണ്ടും ഒരു ടീമായി ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അവരുടെ അച്ഛൻ ഉണരുകയും അവർ അയാൾക്ക് മരുന്ന് കൊടുക്കുകയും ചെയ്യുന്നു. വീടിനടിയിൽ ജീവികൾ ടണൽസ് കുഴിച്ചിട്ടുണ്ടെന്ന് ജോസഫ് അയാളോട് പറയുന്നു. പോൾ അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നു. അവർ വർക്ക് ഷെഡിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. അവൻ ചില കാര്യങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ജീവികളുടെ ശ്രദ്ധ തിരിക്കണമെന്ന് ജോസഫ് തോമസിനോട് ആവശ്യപ്പെടുന്നു. തോമസും ഷാർലറ്റും വാതിലുകൾ സെക്യൂർ ചെയ്യാൻ തുടങ്ങുന്നു. അതേസമയം ജോസഫ് ഫർണിച്ചറുകൾ കൂട്ടിയിട്ട് അതിൽ പെട്രോൾ ഒഴിക്കുകയും കത്തുന്ന സിഗരറ്റ് ഒരു ട്രിഗറായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. തോമസിനെയും ഷാർലറ്റിനെയും ജീവികൾ ആക്രമിക്കുന്നെങ്കിലും അതിൽ 2 ജീവികളെ കൊല്ലാൻ അവർക്ക് കഴിയുന്നു. പക്ഷേ ജീവികൾ വീട്ടിനുള്ളിലേക്ക് വന്നോട്ടെ എന്ന് ജോസഫ് അവരോട് പറയുന്നു. പോൾ എഴുന്നേൽക്കുകയും അവരെ സഹായിക്കാൻ ഒരു ബാറ്റ് കയ്യിലെടുക്കുകയും ചെയ്യുന്നു. അയാൾ വാതിലിന് കാവൽ നിൽക്കുകയും നിരവധി ജീവികളോട് പോരാടുകയും ചെയ്യുന്നു. അതേസമയം സ്ഫോടനത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ ജോസഫ് ഒരു ബോക്സ് ഷെൽട്ടറായി സെറ്റ് ചെയ്യുന്നു. ഒരു ക്രീച്ചർ പോളിനെ ഏതാണ്ട് കീഴടക്കാറാകുമ്പോൾ ജോസഫും തോമസും കൃത്യസമയത്തെത്തി അതിനെ കൊല്ലുന്നു. അവർ കണ്ടെയ്നർ ബോക്സുമായി മുറിയിലേക്ക് ഓടുന്നു. തന്റെ മക്കളുടെ സർവൈവലിന് ഒരു ബെറ്റർ ചാൻസ് നൽകാൻ പോൾ വാതിൽ പിന്നിൽ നിന്ന് പൂട്ടുകയും അവിടെ തന്നെ നിന്ന് ക്രീച്ചേഴ്സിനോട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് കുഞ്ഞുങ്ങളായ തന്റെ മക്കളെ ചേർത്ത് പിടിച്ചത് അയാളുടെ ഓർമ്മകളിൽ തെളിയുന്നു. ജോസഫ് വാതിലിൽ മുട്ടി അച്ഛനെ വിളിക്കുന്നു. പക്ഷെ തോമസ് അവനോട് അവർ ഉടൻ തന്നെ പോകണം എന്ന് പറയുന്നു. ഒരു കൂട്ടം ജീവികൾ മുറിയിലേക്ക് പാഞ്ഞു കയറുമ്പോൾ അവർ പെട്ടെന്ന് കണ്ടെയ്നർ ബോക്സിൽ കയറിയിരിക്കുന്നു. പെട്ടെന്ന് ഒരു സ്ഫോടനം അവരുടെ വീട് തകർക്കുന്നു. ജോസഫും തോമസും ഷാർലറ്റും ബോക്സിൽ നിന്നും ഇറങ്ങി ഓടി ATVയിൽ കയറുന്നു. ജോസഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും തോമസ് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നു. തീ പിടിച്ചിരിക്കുമ്പോഴും ഇപ്പോഴും ജീവനുള്ള ചില ക്രീച്ചേഴ്സ് അവരെ ചേസ് ചെയ്യുന്നു. കുറച്ചുനേരം വാഹനം ഓടിക്കുമ്പോഴേക്കും ഒടുവിലത്തെ ജീവികളും മരിക്കുന്നു. ഇപ്പോൾ സുരക്ഷിതരായ അവർ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തേക്ക് നോക്കുന്നു. അടുത്ത ദിവസം അവർ വീട്ടിലേക്ക് മടങ്ങുന്നു. തോമസ് വീട് റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ജോസഫ് പുതിയതായി ഒന്ന് ബിൽഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. അവർ 2 കൂട്ടരുടെയും പാരന്റ്സിനെ അടക്കം ചെയ്യുകയും അവരുടെ നഷ്ടത്തിൽ വിലപിക്കുകയും ചെയ്യുന്നു. അടുത്തതായി എന്ത് ചെയ്യണമെന്ന് തോമസ് ചോദിക്കുമ്പോൾ മറ്റ് സർവൈവേഴ്സിനെ അന്വേഷിച്ച് കണ്ടെത്താം എന്ന് ജോസഫ് പറയുന്നു. മൂവരും കാറിൽ കയറുകയും തോമസ് വാഹനം ഓടിക്കാനും തുടങ്ങുന്നു. റോക്കോ അവരുടെ പിന്നാലെ ഓടുന്നു. അപ്പോൾ അതായിരുന്നു ആർക്കേഡിയൻ എന്ന സിനിമയുടെ കാഴ്ചകൾ. മൂവി കണ്ടിട്ടുള്ളവർക്ക് ഒരു റീക്യാപ്പ് ആയിട്ടും കാണാൻ പ്ലാൻ ഇല്ലാത്തവർക്ക് ഒരു നരേഷൻ ആയിട്ടും ഒട്ടും ബോർ എടുപ്പിക്കാതെയും ഡീറ്റെയിൽസ് മിസ് ആവാതെയും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. എത്രയും വേഗം അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.